ഹലോ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെന ട്യൂട്ടോറിയൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഗ്രിഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സെഗ്മെൻറ്റ്സും കൂടിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ ഫ്ലോറൽ ഡിസൈനാണ്. അപ്പോൾ ഫ്ലോറൽ ഗ്രിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഒരു സ്പൈറൽ വെച്ചിട്ടുള്ള ഫ്ലോറൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇത് തന്നെയാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ഫുൾ കംപ്ലീറ്റ് ആക്കി വരയ്ക്കുക. അതാണ് ഈ ഫ്ലോറൽ ഗ്രിഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലോറൽ ഗ്രിഡാണ്. അതേപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതായത് ഇയർ ഡ്രോപ്സ് വെച്ചിട്ട് നമ്മൾ നേരത്തെ വൈൻസൊക്കെ പഠിച്ചതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രോപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രോപ്സ് വെച്ചിട്ടുള്ള ഒരു ഗ്രിഡാണിത്. അതായത് ഫസ്റ്റ് ഒരു ഡ്രോപ്പ് വരയ്ക്കുക, ഡ്രോപ്പ് വരച്ചതിന് ശേഷം അതിന് മുകളിലൂടെ ഒരു ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിന് മുകളിൽ ഹംസ് വരച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഫ്ലോറൽ ഗ്രിഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രിഡ്സും നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗ്രിഡ്സ് ആണ്. നെഗറ്റീവ് ഗ്രിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുറച്ച് പോർഷൻസ് മാത്രം നമ്മൾ ഡിസൈൻ വരച്ചതിന് ശേഷം അതിനകത്തെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളിവിടെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് ഫ്ലവർ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3 സെറ്റായിട്ട് വരുന്ന റോസ് ഫ്ലവർ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സ്, ആ ഒരു ഫ്ലവർ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ ഡിസൈനിൽ നമ്മൾ വരച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു റൗണ്ടൊക്കെ കൊടുത്ത് ആ ഒരു ഡിസൈനെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള ഔട്ട്ലൈൻ, അതായത് ഓരോ ഡിസൈൻ്റെയും ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഓരോ ഡിസൈൻ്റെ ഔട്ട്ലൈൻ നമ്മൾ നല്ല രീതിയിൽ ഡാർക്കൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഡിസൈൻ പഠിച്ചിട്ടുണ്ട്. ഫ്ലോറൽസ് നമ്മൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ കറക്റ്റായിട്ട് വരച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇപ്പം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഓരോ റൗണ്ട് സർക്കിൾസ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഡാർക്കൻ ചെയ്യുക. ദെൻ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു പോർഷൻ, വൈറ്റ് പോർഷൻസ് ഫുള്ളും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കളർ ചെയ്യുക. ഫുൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് ഇത് നെഗറ്റീവ് ഫില്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ലീഫിൻ്റെതാണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ലീഫിൻ്റെതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം വരയ്ക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇല്ലാത്തവർ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു ലീഫ് വരയ്ക്കുക. ഇതേ സെയിം തന്നെ അവിടെ ഇവിടെ ആയിട്ട് ലീവ്സ് വരയ്ക്കുക. കുറച്ച് സർക്കിൾസ് നമ്മുടെ ആ ഒരു അത്രയും ഗ്യാപ്പ് നമ്മൾ ഈ പിക്ചേഴ്സിന് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നമ്മൾ സർക്കിൾസ് ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം എന്താക്കുക, ആ ഒരു ഡിസൈന് നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഡാർക്കൻ ചെയ്തതിന് ശേഷം ആ ഏരിയ ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് വിടുക. ഇതാണ് നെഗറ്റീവ് ഫില്ലിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ പ്രാക്ടീസിങ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇത് അടുത്തതെന്ന് പറയുമ്പോൾ അടുത്തൊരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഓൾറെഡി പഠിച്ച ലൈൻ ഗ്രിഡ്സും ഈ ഫ്ലോറൽ ഗ്രിഡ്സും നെഗറ്റീവ് ഫില്ലിങ്സും എല്ലാം ചേരുന്നതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സെഗ്മെൻറ്റ് വരച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് 2 ലൈൻസ് നമ്മൾ സിംഗിൾ ലൈൻസ് വരയ്ക്കുക. സിംഗിൾ ലൈൻസ് വരച്ച് സെൻട്രൽ പോർഷനിലൂടെ ഒരു ഡിസൈൻ വരച്ച് അത് നമ്മൾ ലീഫാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് ഫില്ലിംഗ് ആയിട്ട് ലീഫ് കൊടുത്തിട്ടുണ്ട്. അതിന് 2 സൈഡിലായിട്ട് എന്ത് ചെയ്യുക, ഹംസ് വരയ്ക്കുക. ഹംസ് വരച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കിഷ്ടമുള്ള സൈഡിൽ നമുക്ക് ലൈൻ ഗ്രിഡ്സ് വരയ്ക്കാം. ലൈൻ ഗ്രിഡ്സ് നമ്മൾ പഠിച്ചത് ഏതായിക്കോട്ടെ, നമുക്കിഷ്ടമുള്ള ലൈൻ ഗ്രിഡ്സ് വരയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു 2 ലൈൻ ഗ്രിഡാണ് വരയ്ക്കുന്നത്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോറൽ ഗ്രിഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലോറൽ ഗ്രിഡ് തന്നെയാണ് ഇതിൽ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.